ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വേഗത്തിൽ ഒരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം അതിന്റെ 4 വാക്യം. ആരെങ്കിലും ഒന്ന് മൈക്ക് ഓണാക്കി വായിക്കാമോ? എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ഹോളി ഗോഡ്. ദൈവത്തില് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. Thank you, Holy God. Thank you, Holy Spirit. ദൈവസന്നിധിയില് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് കണ്ണുകളെ അടച്ച്, എല്ലാവരും കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഓരോ ദിവസവും എന്റെ പ്രിയനെ നോക്കിക്കൊണ്ട്, ഓരോ ദിവസവും എന്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു പാർവോടണഞ്ഞിടുമേ. നേരായ പാതയിൽ സേവനം ചെയ്തു പാർവോടണഞ്ഞിടുമേ. ചേർന്ന് പാടാമോ? ഓരോ ദിവസവും എന്റെ പ്രിയനെ നോക്കിക്കൊണ്ട്, ഓരോ ദിവസവും എന്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു മാർവോടണഞ്ഞിടുമേ. നേരായ പാതയിൽ സേവനം ചെയ്തു മാർവോടണഞ്ഞിടുമേ. മായയിമ്പം വീടുമേ എന്റെ ലോകസുഖങ്ങളെല്ലാം, മായയിമ്പം വീടുമേ എന്റെ ലോകസുഖങ്ങളെല്ലാം, നായകനാം എന്റെ മന്നനെയോർത്തു ഞാൻ തൻ തിരുനാമത്തിനു, ഓ നായകനാം എന്റെ മന്നനെയോർത്തു ഞാൻ തൻ തിരുനാമത്തിനു, സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളം ആനന്ദിക്കുന്നേ. ആനന്ദത്തോടെ പാടാമോ? സന്തോഷത്തോടെ ആ സ്വർഗഭാഗ്യം ഓർത്ത് ഒന്ന് പാടാമോ? ഓ സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ
എന്റെ ഉള്ളം ആനന്ദിക്കുമേ. തുള്ളിക്കളിച്ചെന്റെ സന്തോഷ രാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളിക്കളിച്ചെന്റെ സന്തോഷ രാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. ഓഹോ തുള്ളിക്കളിച്ചെന്റെ സന്തോഷ രാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളിക്കളിച്ചെന്റെ സന്തോഷ രാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. താങ്ക് യു ഹോളി ഗോഡ്. നല്ലൊരു ദിവസം ഞങ്ങൾക്ക് ദാനമായി തന്നു. ഉപവാസത്തോടെ നിന്റെ ജനമായിരിക്കുന്നല്ലോ. ഞങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചല്ലോ, ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ. കൃപകൾക്ക് നന്ദി കർത്താവേ. അൻപുള്ള ദേവ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾ ഏതുമില്ല കർത്താവ്, ഞങ്ങളൊന്നുമില്ലപ്പാ. അങ്ങയുടെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് വചനവുമായി നിൽക്കുവാൻ അങ്ങ് ഇടയാക്കിയല്ലോ. ദൈവാത്മാവ് തന്നെ സംസാരിക്കണമേ. മാനുഷികമായതൊന്നും വേണ്ടപ്പാ. അങ്ങയുടെ കരങ്ങളിലേക്ക് അടിയനെ മുറ്റുമായി താഴ്ത്തുന്നു. അപ്പനെ, അങ്ങ് പറയാതെ ഒന്നും പറയുവാൻ ദൈവം ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും ജനത്തെയും അനുഗ്രഹിക്കണമേ. താഴ്ത്തിയേൽപ്പിക്കുന്നു കർത്താവെ. ക്രൂശിന്റെ മറവിൽ മറയ്ക്കണമേ. ദൈവിക മർമ്മങ്ങളെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സകല മാനവും മഹത്വവും ബഹുമാനവും പുകഴ്ചയും അവിടേക്ക് മാത്രം എടുക്കണം. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോന്നി കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ച വേദഭാഗ്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മൾ വായിച്ച ഭാഗം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യമാണ്. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഷാജി പാസ്റ്റർ 1 മണിക്കൂറൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു വെച്ചേക്കുക. കർത്താവ് നിയോഗിക്കുന്ന പോലെ ഞാന് എങ്ങനെയാന്ന് വെച്ചാൽ വേഗത്തിൽ നിർത്തും. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മാന്യരായ ദൈവദാസന്മാർ അനേകരുണ്ടല്ലോ മീറ്റിംഗില്. അവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണമല്ലോ. അതുകൊണ്ട് വേഗത്തിൽ എന്നെ ഏൽപ്പിച്ചെന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 4-ാമത്തെ വാക്യം. എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവായി മാറും. അല്ലെ, പിതാവാകും. ജലപ്രളയത്തിന് ശേഷം നോഹയുടെ പുത്രന്മാർ ജനിച്ചു. അവർക്ക് തലമുറകൾ ഉണ്ടായി എന്ന് ചരിത്രം നമ്മൾ വായിച്ചാൽ മനസ്സിലാകും. അല്ലെ, നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫെത്ത്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാല് യാഫെത്തിന്റെ തലമുറകളെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. യാഫെത്തിന്റെ പുത്രന്മാരാണ് ഗോമെർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബൽ, മേശക്ക്, തീരാസ് എന്ന് നമുക്ക് കാണാം. അല്ലെ, ഉൽപ്പത്തി 10-ന്റെ 2 മുതൽ 5 വരെ നമ്മൾ വായിച്ചാൽ കാണാം. ഇവരിൽ നിന്നും ജാതികളുടെ ദ്വീപുകൾ ഉണ്ടായി. അതത് ദേശത്തിൽ ജാതി ജാതിയായും കുലം കുലമായും വംശം വംശമായും ഇവര് പിരിഞ്ഞതായി കാണാം. ഹാമിന്റെ പുത്രന്മാർ 10-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 6 മുതൽ 20 വരെ വായിച്ചാല് കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ എന്ന് നമുക്ക് കാണാം. ഈ കൂശിന്റെ തലമുറയിലാണ് ആദ്യത്തെ നായാട്ടു വീരനായ നിമ്രോദ് ജനിക്കുന്നത്. അല്ലെ, അതുപോലെ തന്നെ കൂശിന്റെ തലമുറയില് നിമ്രോദ് ജനിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഫിലിസ്തീർ വരുന്നത് ഹാമിന്റെ പുത്രന്മാരുടെ തലമുറയിലാണ് എന്ന് നമ്മൾ ചരിത്രം വായിച്ചാൽ മനസ്സിലാകും. ഷേമിന്റെ പുത്രന്മാരാണ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 7 മുതൽ 27 വരെ വായിച്ചാല് ഷേമിന്റെ പുത്രന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഏലാം, അശൂർ, അർപ്പക്ഷാദ്, ലൂദ്, അരാം എന്നീ പറയുന്നവരാണ് ഷേമിന്റെ പുത്രന്മാർ. അതിൽ അർപ്പക്ഷാദിന്റെ വംശപാരമ്പര്യത്തിൽ നാഹോറിന്റെ മകനായി ഹാരാന്റെ മകനായ തേരഹിന്റെ മകനായി ആര് ജനിക്കുകയാണ്? അബ്രാം ജനിക്കുകയാണ്. അല്ലെ, അബ്രാം ജനിക്കുകയാണ്. അബ്രാം ഒരു എന്ത് പാരമ്പര്യത്തിൽപ്പെട്ട മനുഷ്യനാണ്? ഒരു വിഗ്രഹാരാധിയായ മനുഷ്യനാണ് എന്ന് നമുക്ക് കാണാം. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അവയെ സേവിക്കുകയും അവയെ വിൽക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് അബ്രാം എന്ന് നമുക്ക് കാണാം. അതിന് തെളിവായിട്ട് യോശുവ 24-ന്റെ 2 ഒന്ന് വായിക്കാമോ? യോശുവ 24-ന്റെ 2 ആരെങ്കിലും എടുത്തോ? യോശുവ 24-ന്റെ 2. നിങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ്
പണ്ട് നദിക്കക്കരെ പാർത്ത് വിഗ്രഹങ്ങളെ സേവിച്ചു പോന്നു. അല്ലെ? ഇപ്പോ ഇവര് വിഗ്രഹാരാധികളായിരുന്നു. അല്ലെ? വിഗ്രഹാരാധികളായ അബ്രാമിനെ ഇപ്പോൾ ഒരു കോളിംഗ് വന്നിരിക്കുകയാണ്, ഒരു വിളി വന്നിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അബ്രാമിനൊരു കോളിംഗ് വരുന്നു, ദൈവം വിളിക്കുന്നു. അബ്രാമിനോട് പറയാണ്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകുക. ഇതിന്റെ കുറച്ചു മുന്നേ നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രാമിനൊരു ഭാര്യയുണ്ട്, ആ ഭാര്യ സാറായി മച്ചിയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലെ? അങ്ങനെ എഴുതിയിട്ടുണ്ട്. അബ്രാമിനോട് ഇപ്പൊ ദൈവം ഒരു കോളിംഗ് നടത്താണ്. നീ നിന്റെ ദേശത്തെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് പുറപ്പെട്ടു കൊള്ളുക. ഒരു കോളിംഗ്, സ്പെഷ്യൽ ആയിട്ടൊരു കോളിംഗ് ഉണ്ടാകുകയാണ്. അപ്പോൾ അബ്രഹാമിന്റെ ദേശം എന്ന് പറയുന്നത് കൽദയ പട്ടണമാണ്. കൽദയ പട്ടണത്തിലെ ഊരിലാണ് അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ച് വളർത്തപ്പെടുന്നത്. അപ്പോ കർത്താവ് ചില വ്യവസ്ഥകള് അബ്രാമിനോട് പറഞ്ഞു. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഒരു വേറിട്ട രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ചിലപ്പോൾ നിങ്ങൾ ധാരാളം ഇതുപോലെ കേട്ടിട്ടുണ്ടായിരിക്കും മെസ്സേജ്. ദൈവം എന്നോട് ഇടപെട്ട രീതിയിൽ ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് നമുക്കതിന് തിരിക്കാം. ചില കാര്യങ്ങളെ വിട്ടിട്ട് അബ്രാമിനോട് യാത്ര തിരിക്കാൻ പറഞ്ഞു, ചില കാര്യങ്ങളെ വിടാൻ പറഞ്ഞു. എന്തൊക്കെയാ വിടാൻ പറഞ്ഞത്? നിന്റെ ദേശത്തെ, ചാർച്ചക്കാരെ, പിതൃഭവനത്തെ. 3 കാര്യങ്ങളെ പറഞ്ഞു. അല്ലെ? എന്തൊക്കെയാ പറഞ്ഞത്? ദേശത്തെ, ചാർച്ചക്കാരെ, പിതൃഭവനത്തെ. 3 കാര്യങ്ങളെ വിട്ട് പുറപ്പെട്ടു പോകാൻ പറഞ്ഞു. സാറായിയെ വിടാൻ പറഞ്ഞോ? പ്രൈസ് ദി ലോർഡ്. ഇല്ല അല്ലെ? സാറായിയെ കൂട്ടാൻ പറഞ്ഞു. സാറായി ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും, ചിലപ്പോൾ അവര് നമുക്ക് പറ്റിയ ആൾക്കാരായിരിക്കില്ല, നമ്മുടെ ലൈഫിന് ഒത്തവരായിരിക്കില്ല. പക്ഷെ അവരെ വിടാനൊന്നും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. അവരെ കൂടെ കൂട്ടണം, അവരുണ്ടായിരിക്കണം നമ്മുടെ ലൈഫ് ലോങ്. അല്ലെ? കർത്താവ് അങ്ങനെയാ നമ്മളെ പഠിപ്പിക്കുന്നത്. സാറായിയെ കൂട്ടി, അവള് മച്ചിയായിരുന്നു, പക്ഷെ അവള് വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവളെയും കൂടെ കൂട്ടി എങ്ങോട്ട് പോകാനാ പറഞ്ഞത്? കനാനിലേക്ക്. ശരി, ചില കാര്യങ്ങളെ വിടാൻ പറഞ്ഞു. എവിടെയാ? നിന്റെ ദേശത്തെ. ആദ്യത്തത് ദേശത്തെ വിടാൻ പറഞ്ഞു. ദേശം എന്തിനെ കാണിക്കുന്നു? ഒന്ന് പറയാമോ? ദേശം എന്തിനെ കാണിക്കുന്നു എന്ന്? ദേശം ഇപ്പോ ചില വ്യക്തികള്, ചില മനുഷ്യരൊക്കെ അവരുടെ ദേശത്തിന്റെ പേരും കൂടെ ചേർത്താണ് അവർ അറിയപ്പെടുന്നത്. ചിലപ്പോൾ അവര് തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പ്രൗഡാണ് അല്ലേ നമ്മുടെ ദേശത്തിൽ, ഞാൻ ഇന്ന ദേശത്തിലെ വ്യക്തിയാണെന്ന് പറയുന്നത് ഒരു അഭിമാനമാണ് നമുക്ക്. അല്ലെങ്കിൽ ആ ദേശത്തിനകത്താണ് നമ്മൾ താമസിക്കുന്നതെന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമാണ്. അങ്ങനെ ആ ദേശത്തിലുള്ള വ്യക്തി, അല്ലെ, ആ ദേശത്തിന്റെ പേര് നമ്മൾ വെക്കാറുണ്ട്. ആരുടെയും പേര് ഒന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ഒത്തിരി പേരുകൾ അറിയാം. ഈവൻ നമ്മുടെ പേര് തന്നെ ചിലപ്പോൾ നമ്മുടെ ദേശത്തിന്റെ പേരുമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ ആ പറയുന്ന രീതിയില് എങ്ങനെയാ? അബ്രാമിന്റെ ദേശം കൽദയ പട്ടണമാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അപ്പോ അതൊരു പ്രൗഡ് മൊമെന്റ് ആണ്, ഒരു അഭിമാനമാണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു അഭിമാനമാണ്. അപ്പോ അബ്രാം എന്ന പേരിനർത്ഥം ഞാൻ ഒരിടത്ത് വായിച്ചത് എക്സോൾട്ടഡ് ഫാദർ എന്നാണ്. എക്സോൾട്ടഡ് ഫാദർ, ഉന്നതനായ പിതാവ് എന്നാണ് ആ വാക്കിനർത്ഥം. ഉന്നതനായ പിതാവ്. അബ്രാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ആ ഉന്നത ഭാവം ഉണ്ടല്ലോ അതങ്ങ് മാറ്റിയേക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രാമിനോട് പറഞ്ഞു, ആ ഉന്നത ഭാവം ഉണ്ട്, അതങ്ങ് മാറ്റിയേക്ക്, അത് വേണ്ട. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഉന്നത ഭാവങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്ന് പകൽക്കാലം നമുക്ക് മാറ്റി. നമുക്ക് വേണ്ട അത്. ഉന്നത ഭാവങ്ങളൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ആരുമല്ല, ഏതുമല്ല. ദൈവസന്നിധിയിൽ എപ്പോഴും നമ്മൾ താഴ്മയോടെ ആയിരിക്കണം. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം ചെയ്തില്ലെങ്കിൽ ഈ മൺകൂടാരത്തിലിരുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഇരിക്കുന്ന നിമിഷത്തില് ഞാൻ ഈ ജീവനെ വിട്ടുകഴിഞ്ഞാല് പിന്നെ ഞാൻ ഈ കെട്ടിയ കോട്ടകളും ഈ മനക്കോട്ടകളും ഞാൻ അഹങ്കരിച്ചതും ഞാൻ പറഞ്ഞതൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഉന്നത ഭാവങ്ങളൊന്നും നമുക്ക് വേണ്ട. ദൈവസന്നിധിയിലൊന്ന് താഴ്ന്നു കൊടുക്കാം. ഇന്ന് ഉപവാസ പ്രാർത്ഥനയിലെ ആദ്യം നമുക്കൊന്ന് അത് തന്നെ ആദ്യം ചെയ്യാം. ദൈവസന്നിധിയിൽ താഴാം. നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാട്ടിലും നന്നായി പ്രസംഗിക്കാൻ കഴിയും, നന്നായി പാടാൻ കഴിയും, നന്നായി പ്രസന്റ് ചെയ്യാൻ കഴിയും, എല്ലാത്തിനും കഴിവുണ്ട്. പക്ഷെ കഴിവുകളിലൊന്നും നമ്മൾ അഹങ്കരിക്കരുത്. നമ്മൾ എപ്പോഴും താഴ്മയോടെ ആയിരിക്കണം. അബ്രാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഒരു എക്സോൾട്ടഡ് ഫാദർ എന്നുള്ളൊരു നെയിം ഉണ്ട്, അതങ്ങ് മാറ്റിയേക്ക്.
എക്സോൾട്ടഡ് ഫാദർ വേണ്ട, ഉന്നതനായ ഭാവമൊന്നും നമുക്ക് വേണ്ട. നീ ഒന്നുമല്ല എന്നൊന്ന് സമർപ്പിക്കേ, അതൊന്ന് വിട്ടു പുറപ്പെട്, അതൊന്ന് വിടാൻ പറഞ്ഞു. ഹല്ലേലൂയ. അബ്രാം എന്ത് ചെയ്തു എന്നറിയോ? അബ്രാം എന്ത് ചെയ്തു? അടുത്തത് അപ്പൊ ഈ ദേശത്തിന്റെ പേര് അബ്രാമിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ ദേശത്തിന്റെ പേര് അബ്രാമിന്റെ കൂടെയുണ്ട്. ദേശം അബ്രാമിനൊരു അഭിമാനമായിരുന്നു. രണ്ടാമതായി ഈ ദേശത്തെ കുറിച്ച് നമുക്ക് മറ്റൊന്ന് ചിന്തിച്ചാല് ഞാൻ ഇങ്ങനെ പറയും. അബ്രാമിനോട് പറഞ്ഞു, അഡ്രസ് ഒന്ന് മാറ്റാൻ പറഞ്ഞു. കൽദയ പട്ടണം ഊര്, അതൊന്ന് മാറ്റാൻ പറഞ്ഞു. അത് മാറ്റിയിട്ട് വേറൊരു ദേശമാ കൊടുക്കാന്ന് പറഞ്ഞു അല്ലേ. കൽദയ പട്ടണത്തിൽ അബ്രാമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്നൊന്നും യേശു കർത്താവ് പറഞ്ഞില്ല. ദൈവം പറഞ്ഞു ആ ദേശം വിടാൻ പറഞ്ഞു. അഡ്രസ് നമ്മളെ കുറിച്ച് ഇന്ന് എന്താ അറിയപ്പെടുന്നത്? ദൈവദാസൻ, ദൈവദാസി, ദൈവകുഞ്ഞ്, ദൈവ പൈതല് അല്ലെ, ഇങ്ങനെയൊക്കെ പേര്, വിശ്വാസി, ബിലീവർ എന്നൊക്കെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. മറ്റെന്തെങ്കിലും പേരിൽ നമ്മൾ ഇന്ന് പകൽക്കാലം അറിയപ്പെടുന്നുണ്ടോ? നമ്മളെ കുറിച്ച് പറയുമ്പോൾ വേറെന്തെങ്കിലും പേരുകളൊക്കെ ചേർക്കുന്നുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ പേരിന്ന് പകൽക്കാലം മാറണം. ഹല്ലേലൂയ. നമ്മുടെ അഡ്രസ് ഒന്ന് മാറണം. നമ്മുടെ അഡ്രസ് മാറുന്ന പകൽക്കാലമായിരിക്കണം. നമ്മൾ അറിയപ്പെടേണ്ടത് ക്രിസ്തുവിന്റെ മകൻ, ഹീസ് എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, ദൈവത്തിന്റെ പിൻഗാമി, അവന്റെ ക്രൂശ് ചുമക്കുന്നവൻ. അങ്ങനെയല്ലാതെ മറ്റെന്തെങ്കിലും പേരിൽ നമ്മളെ ഇന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം നിങ്ങളത് മാറ്റാൻ തയ്യാറാകണം. നമ്മുടെ അഡ്രസ് ഒന്ന് മാറണം. നമുക്ക് വേണ്ട, ആ അഡ്രസ്സ് വേണ്ട. വിഗ്രഹങ്ങളെ നിങ്ങൾ സേവിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. നിങ്ങൾ സേവിക്കുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എങ്കിലും നമുക്കത് വേണ്ട. വിഗ്രഹങ്ങളെ സേവിക്കുന്ന അബ്രാമിനെ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരുടെ നിന്ന് വിളിച്ചതാ. അത് വേണ്ടെന്ന് പറഞ്ഞാ വീഴ്ചേ അല്ലെ? അത് വേണ്ട, അത് വേണ്ട, അത് വിരിച്ച് മാറ്റി കൊണ്ടുവരുക. അപ്പൊ ഒന്നാമതായി പറഞ്ഞ എന്താ? ആ പ്രൗഡ് എന്നുള്ള ആ സ്ഥാനം ഒന്ന് മാറ്റാൻ പറഞ്ഞു അല്ലെ. ഉന്നത ഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു നിന്റെ അഡ്രസ് ഒന്ന് മാറണം. അബ്രാമേ, നിന്റെ അഡ്രസ്സ് ഇന്ന് പകൽക്കാലം ഒന്ന് മാറണം. നിനക്ക് വേറൊരു അഡ്രസ്സാണ് ഞാൻ തരാൻ പോകുന്നത്. ഈ ചിലരൊക്കെ നിന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇന്ന പേരൊക്കെ നിന്നെ പറ്റി പറയുന്നുണ്ട്. അങ്ങനത്തെ വ്യക്തിയാ, ഇങ്ങനെയൊക്കെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട്. ആ പേരിൽ അറിയപ്പെടുന്നത് വേണ്ട, വേണ്ട. ഇന്ന് പകൽക്കാലം ആ പേരൊന്നും വേണ്ട നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വിഷമമുണ്ടോ? നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? എന്നോടൊന്നും തോന്നരുതേ. ദൈവകൃപയാൽ എന്നോടൊന്നും മുഷിപ്പ് തോന്നരുതേ. ഇങ്ങനെ ഒന്നും പറയണമെന്ന് പറഞ്ഞ് വന്ന ആളല്ല ഞാൻ. ഭയങ്കര ബ്ലെസ്സിങ് ഒരു മെസ്സേജ് എടുത്തു വെച്ചു. ഒരു 2 വീക്സ് കൊണ്ട് ദേവദാസൻ പറഞ്ഞ അന്ന് മുതൽ ട്രൈ ചെയ്യുക. ഇരുന്നങ്ങ് അനുഗ്രഹം എഴുതിയിരിക്കുക. എഴുതിയിരുന്നപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നോട് ഞാൻ ഇതൊക്കെ പറയാൻ പറഞ്ഞു. അയ്യോ, പെട്ടു. ഒരു 2 പേജ് ഞാൻ എഴുതി വെച്ചിട്ട് ഇതിന് ഞാൻ ആരോട് പറയുന്നതായി. ഹല്ലേലൂയ. കർത്താവിനോട് വേറൊരു കാര്യമാണ് പറയാൻ പറഞ്ഞത്. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ പറഞ്ഞൊരു വിഷയം നിങ്ങളോട് പറയാതെ പോയിട്ട് അത് വേറൊരു ദൈവദാസൻ പറയുന്നത് ഞാൻ തന്നെ വന്ന് കേൾക്കേണ്ടി വന്നു. അതുകൊണ്ട് എന്നോട് പറയാൻ പറഞ്ഞത് എനിക്ക് പറഞ്ഞേ പറ്റൂ. വിഷമമൊന്നും തോന്നരുതേ. എനിക്ക് നിങ്ങളെ ആരെയും പേഴ്സണലി അറിയില്ല. നിങ്ങൾ ആരും എന്നെ കണ്ടിട്ടില്ല, ഞാനും നിങ്ങളെ കണ്ടിട്ടില്ല. ആരെയും ഞാൻ മുഖാമുഖം കണ്ടിട്ടില്ല. ആരോടും എനിക്കൊരു ദേഷ്യമോ വിഷമോ ഒന്നുമില്ല. വചനം നിങ്ങൾ വചനമായി ഏറ്റെടുക്കണം. സംസാരിക്കുന്ന ആരുമാകട്ടെ, നിങ്ങളെക്കാട്ടിലും തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണ് ഞാനാണ് സംസാരിക്കുന്നത്. നിങ്ങളത് നിങ്ങൾ ഏറ്റെടുക്കണ്ട. ദൈവവചനം നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനല്ല, ദൈവത്തിന്റെ വചനമാണ്. അത് നിങ്ങൾ ഏറ്റെടുത്തേ മതിയാകൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തികഞ്ഞ പ്രാഗൽഭ്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവമാണ് എനിക്ക് ഇടയാക്കിയത്, ഞാനൊന്നും വിചാരിച്ചിട്ടല്ല. ഹല്ലേലൂയ. അപ്പൊ എന്താ നമ്മൾ ഇന്ന് അറിയപ്പെടേണ്ടത്? നമ്മുടെ അഡ്രസ്സ് ഒന്ന് മാറണം. ഹല്ലേലൂയ. അഡ്രസ്സ് ഒന്ന് മാറ്റാനാ കർത്താവ് പറഞ്ഞത്. നമ്മൾ ഇന്ന് അറിയപ്പെടേണ്ടത് ഇതിൽ കാണുന്ന സെബിൻ ബ്രദറിനോട് പറയാണ്. സെബിൻ ബ്രദറിനെ എങ്ങനെ അറിയപ്പെടണം? ദൈവത്തിന്റെ കുഞ്ഞ്, ദൈവത്തിന്റെ ബ്രദർ, ഹലോ, ദൈവത്തിന്റെ സഹോദരൻ, ദൈവത്തിന്റെ സ്നേഹിതൻ, ഇങ്ങനെ അറിയേണ്ടത്. മറ്റെന്തെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് മാറ്റിയേക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റെന്തെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ, സാരി സിസ്റ്റർ മറ്റെന്തെങ്കിലും അറിയപ്പെടുന്നുണ്ടെങ്കിൽ വി നീഡ് ടു ചേഞ്ച് ദാറ്റ് നെയിം അല്ലേ? അങ്ങനല്ലേ? അനു സിസ്റ്റർ എന്തെങ്കിലും നിന്നെ കുറിച്ച് വേറെ എന്തെങ്കിലും അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്ന് പകൽക്കാലം നീ മാറ്റിയേക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ പറഞ്ഞു, എന്ത് പറഞ്ഞു? നിന്റെ അഡ്രസ് ഒന്ന് മാറണം എന്ന് പറഞ്ഞു. പിന്നെ എന്തോ പറഞ്ഞു? നമുക്ക് ഈ ദേശത്തിനെ ലോകമായിട്ടൊന്ന് ചിത്രീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. ലോകമായിട്ടൊന്ന് ചിത്രീകരിക്കാം. ഇത് ലോകമായിട്ട് ചിത്രീകരിച്ചാല് കർത്താവ് എന്താ പറഞ്ഞെന്നറിയോ? ഈ ലോകത്തിന്റെ മോഹമൊക്കെ വിടാൻ പറഞ്ഞു. ഈ ലോകത്തിന്റെ സകല മോഹങ്ങളും വിടാൻ പറഞ്ഞു. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ട്? മദ്യപാനമുണ്ട്, എറിക്കൂത്തുണ്ട്, മോഷണമുണ്ട്, ദൂഷണങ്ങളുണ്ട്, പകയുണ്ട്, പിണക്കമുണ്ട്, വൈരാഗ്യമുണ്ട്. പിന്നെ വേറെന്തുണ്ട്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. സകലത് എവിടെ ആയിരിക്കുന്നേ? ഈ ലോകത്തിലായിരിക്കുന്നേ.
ഇതെല്ലാം വിടാൻ പറഞ്ഞു. ഉപവാസ പ്രാർത്ഥനയിൽ ഇതൊക്കെ വിടാം. നമ്മൾ മനുഷ്യരാണ്, ഇതൊക്കെ നമുക്ക് വിടാം. പകയുണ്ടോ ആരോടെങ്കിലും, ദേഷ്യമുണ്ടോ ആരോടെങ്കിലും, വിരോധമുണ്ടോ ആരോടെങ്കിലും, അതൊക്കെ ഇന്ന് പകൽക്കാലം വിടാം. അതൊന്നും വേണ്ട നമുക്ക്. ഒക്കെ ജഡത്തിന്റെ സ്വഭാവങ്ങളാണ്, അതൊന്നും ദൈവിക സ്വഭാവങ്ങളല്ല. ഇന്ന് പകൽക്കാലം അതെല്ലാം നമുക്ക് വിടാം. ഇതെല്ലാം വിട്ടിട്ട് നമുക്ക് എങ്ങനെയാവാം? ഒന്ന് ക്ലിയർ ആവാം. ഒന്ന് വായിക്കാമോ? 1 യോഹന്നാൻ 2:15, 16, 17. ഒന്ന് വേദപുസ്തകം തുറന്നൊന്ന് വായിച്ചാട്ടെ. 1 യോഹന്നാൻ 2:15, 16, 17. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിന് ഇലാബറേറ്റ് ഒന്നും ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ലോകമോഹം വേണ്ടെന്നാ ടോട്ടലി പറഞ്ഞിരിക്കുന്നത്. ദൈവ ഇഷ്ടം ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ലോകത്തിന്റെ ഒരു മോഹങ്ങളും വേണ്ട, ലോകത്തിന്റെ ഒരു ഇഷ്ടങ്ങളും വേണ്ട. ലോകത്തിൽ കാണുന്നതെല്ലാം എന്താ? നമ്മളെ മോഹിപ്പിക്കും, നമ്മളെ വഴിതെറ്റിക്കും, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോകും. അങ്ങനെയുള്ളതെല്ലാം നമുക്ക് എന്താ ചെയ്യാം? വേണ്ടാന്ന് വെക്കാം, അല്ലെ? കൃപയാൽ നമുക്കത് വേണ്ടാന്ന് വെക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. റോമർ 12:2 ഒന്ന് വായിക്കാമോ? റോമർ 12:2.